ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കാറ്റത്തെ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ ഹരീഷ് നീതുവിൻ്റെ അടുത്ത് സോറി പറയാൻ വേണ്ടി പോവാട്ടോ. ആരും കാണാതെ നൈറ്റാണ് പോകുന്നത്. നിധി എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനി കാണുമ്പോൾ സോറി പറയണമെന്ന്. പക്ഷെ ഹരീഷിനാണെങ്കിൽ ഇനി ഒരു ഹോപ്പും ഇല്ല, നീതു ഇനി ഷോപ്പിലേക്ക് വരുന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ തന്നെ പോയിട്ട് സോറി പറയണമെന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ അവൻ ബൈക്ക് എടുത്തിട്ട് പോകുന്നുണ്ട്. അവളെ വീടിൻ്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ഏന്തിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ നീതുവിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ബാക്കിൽ കൂടെ വന്നിട്ട് സുധീഷ് തോളിൽ പിടിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ഹരീഷ് പേടിക്കാട്ടോ ചെയ്യുന്നത്. അപ്പം എന്തായാലും സുധീഷിന് എന്തോ കാര്യം മനസ്സിലായി. നീതുവിൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതൊക്കെയാണ് കാര്യം, എന്തിനോ വന്നതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ അതിനൊന്നും വന്നതല്ല, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാത്തു നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വീടിനടുത്ത് കിടന്ന് ഉരുളുന്നുണ്ട് കേട്ടോ. എന്തോ സുധീഷിനോട് എന്തോ സത്യം പറയാൻ എന്തോ ചമ്മലായിട്ട് സുധീഷാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഏട്ടന് വേണ്ടിയിട്ട് പെണ്ണാലോചിച്ചിന് സോറി പറയാൻ വന്നതായിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീയാണടാ ലോകത്തെ ഏറ്റവും വലിയ മണ്ട, നിന്നെപ്പോലെ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഹരീഷിനെ ഇങ്ങനെ ട്രോളുന്നുണ്ട് കേട്ടോ സുധീഷ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാത്ത് ഇവിടെ നിൽക്കുക എന്ന് പറയുന്നുണ്ട്. ഓ നീ നിൻ്റെ ഫ്രണ്ടിനോട് നീതുവിൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നോളാന്നാണോ പറഞ്ഞതെന്നൊക്കെ ഹരീഷിനോട് ഇങ്ങനെ സുധീഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ. സുധീഷിൻ്റെ ഈ സംസാരം കേട്ടിട്ട് ഹരീഷിന് ഇറിറ്റേറ്റ് ആവണം. അങ്ങനെ ഹരീഷ് സുധീഷിനെ അവിടെ നിന്ന് ഓടിക്കുന്നുണ്ട്. അങ്ങനെ സുധീഷ് പോയി. പക്ഷെ സുധീഷിന് കാര്യം അറിയാഞ്ഞിട്ട് എന്തോ ഒരു വല്ലായ്മയുണ്ട്. അപ്പം അവന് കാര്യം അറിയാൻ വേണ്ടിയിട്ട് അവൻ മതിലിൻ്റെ അവിടെ പോയിട്ട് ഒളിച്ചു നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ, എന്താണ് ഹരീഷ് ചെയ്യുന്നതെന്ന്. അങ്ങനെ നീതുവിനെ അവിടുന്ന് കാണുന്നുണ്ട്. അങ്ങനെ നീതുവിനെ ഹരീഷ് വിളിക്കുന്നുണ്ട്. നീതു ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, വീണ്ടും എനിക്ക് ഏട്ടനെ പെണ്ണാലോചിക്കാൻ വന്നതാണോ, അതല്ലെങ്കിൽ വേറെ ചെക്കനെ എവിടെയും കിട്ടിയിട്ടുണ്ടോ എനിക്ക് ആലോചിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഹരീഷിനെ അപമാനിക്കുന്നുണ്ട്. ഹരീഷാണെങ്കിൽ സോറി എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. പക്ഷേ നീതു അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ഇനി ഞാൻ ഒരിക്കലും നിങ്ങളുടെ കടയുടെ മുന്നിലൂടെ പോലും പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷിനോട് വിട്ടു നിറഞ്ഞ കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഹരീഷാണെങ്കിൽ ഒന്നും പറയാൻ കഴിയാതെ നിസ്സഹായമായി നിൽക്കുകയാണ്. ഹരീഷും നീതും സംസാരിക്കുന്നത് എന്തായാലും സുധീഷ് ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട് കേട്ടോ. ഓ അപ്പം ഇതാണല്ലേ പരിപാടി എന്നൊക്കെ സുധീഷ് അവിടുന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും നീതുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടോ ഹരീഷിനെ വീണ്ടും കണ്ടപ്പോഴും. ആ പറഞ്ഞ കാര്യം ആലോചിച്ചിട്ട് ദേഷ്യം വന്നു. അപ്പോൾ അവൾ എന്ത് ചെയ്തു, അവളെ കയ്യിലുള്ള വേസ്റ്റ് കൊട്ട എടുത്തിട്ട് ഹരീഷിൻ്റെ തലയിലൂടെ ചെരിഞ്ഞു. അപ്പം അതിലുള്ള വേസ്റ്റ് ഫുള്ള് ഹരീഷിൻ്റെ തലയിലായിട്ടു. ഇത് കണ്ടിട്ട് സുധീഷ് അവിടുന്ന് ചിരിക്കുന്നുണ്ട്. ഹരീഷിൻ്റെ തലയിൽ വേസ്റ്റ് ചെരിഞ്ഞിട്ട് തനിക്കൊന്നും കേൾക്കണ്ട എന്നുള്ള മട്ടിൽ നീതു എന്തായാലും തിരിഞ്ഞു പോയിട്ടുണ്ട്. ഹരീഷിന് ആകെ എന്തോ ചടച്ച് നിൽക്കുക കേട്ടോ. ആ സമയത്ത് തന്നെ സുധീഷ് അങ്ങോട്ട് വന്നിട്ട് ഹരീഷിനോട്, അപ്പം ഇതായിരുന്നല്ലേ പരിപാടി, എന്തായാലും കണ്ടു. ഓ ഞാൻ എന്തെങ്കിലും ചെയ്താൽ പിന്നെ വഴക്കായി ദേഷ്യമായി, ഇപ്പോൾ അതാ വേസ്റ്റ് തലയിലൂടെ ചെരിഞ്ഞപ്പോൾ ഒന്നും പറയാതെ ഒരു കൂസലുമില്ലാതെ നിന്ന് കൊടുത്തിരിക്കണം. പ്രേമത്തിൻ്റെ ഒരു പവറേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവനെ വീണ്ടും ട്രോളുന്നുണ്ട് കേട്ടോ. ഓ പ്രേമത്തിന് പവർ ഉണ്ടായെങ്കിലും എന്തൊരു സ്മെല്ലാണ്, പോയി കുളിച്ചിട്ട് വാടാ, മണത്തിട്ട് നിൽക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹരീഷും വേസ്റ്റ് എടുത്ത് മണത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവനും മണം സഹിക്കാൻ വയ്യാതെ പിന്നെ അവൻ ഓരോന്ന് ആലോചിച്ച് സങ്കടപ്പെട്ട് ലാസ്റ്റ് അവൻ ബൈക്ക് എടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഹരീഷ് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ സുധീഷ് വീട്ടിലെത്തുന്നുണ്ടായിരിക്കും. അങ്ങനെ സുഭാഷ് ഏട്ടൻ ഇവരോട് ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും എന്താ ഒരുമിച്ച് വന്നേക്കുന്നു ചോദിക്കും. എന്താ ഞങ്ങൾക്ക് ഒരുമിച്ച് വരാൻ പാടില്ലേ, പക്ഷെ ഞങ്ങളിന്ന് ഒരുമിച്ച് വന്നതല്ല, എന്താ സംഭവിച്ചതെന്ന് പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ സുധീഷ്. ഞാനിത് പറയുന്നുള്ള ലെവലിൽ. പക്ഷെ സുധീഷ് പറയുന്നില്ല. പറയുന്നു പറഞ്ഞിട്ട് ഹരീഷിനെ പേടിപ്പിക്കുകയാണ്. ഹരീഷ് ഇത് പറയരുത് എന്നാട്ടോ പറയുന്നത്. കാരണം ഹരീഷ് ഇങ്ങനെ പോയതും സോറി പറഞ്ഞതും പിന്നെ അവിടെ ഉണ്ടായ ഈ സംഭവം ഒന്നും സുധീഷ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒന്നും സുഭാഷ് ഏട്ടനോട് പറയാൻ ഹരീഷിന് താല്പര്യമില്ല, എന്തോ ഒരു ചടപ്പ് പോലെ ഉണ്ട്. അപ്പം അത് പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ് സുധീഷ് പറയുന്നത്. പക്ഷെ സുധീഷ് അത് പറയുന്നില്ല കേട്ടോ. അങ്ങനെ സുധീഷ് നമ്മളെ സുഭാഷ് ഏട്ടനോട് എവിടെ നിധി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല, അവൾ പുറത്തു പോയതാണ് നികേഷിൻ്റെ കൂടെ എന്ന് പറയുന്നുണ്ട്. ഓ എൻ്റെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്നാണോ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവർ രണ്ടുപേരും പുറത്തു പോയതെന്നാണ് പറയുന്നത്. നമ്മളെ നികേഷ് മെസ്സേജ് അയച്ച് കാര്യം പറഞ്ഞതാണ്, പുറത്തേക്കാണ് എന്തിനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാട്ടോ പറയുന്നത്. അപ്പോൾ നമ്മളെ നിധിയുടെ കാര്യം അവിടെ സുധീഷ് സൂചിപ്പിക്കുന്നുണ്ട്. അവൾക്ക് നിങ്ങളോടെല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. ഹരീഷിനെ ആണെങ്കിലും നികേഷിനെ ആണെങ്കിലും സ്വന്തം അനിയന്മാരെ പോലെയാണ് കാണുന്നത്. സുഭാഷ് ചേട്ടനാണെങ്കിലും സ്വന്തം ചേട്ടൻ. പക്ഷേ എന്നെ മാത്രമാണ് അവൾക്ക് ഒരു വിലയുമില്ലാത്ത, എന്നോടാണെങ്കിൽ ഒരു സ്നേഹവുമില്ല, കടിച്ചു കീറാൻ വരുന്ന പോലെയാണ് സംസാരിക്കുന്നത്. ചില നേരത്തെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിധി എന്തായാലും ഇങ്ങനെ തന്നെയാണ് സുധീഷിൻ്റെ അടുത്ത് പെരുമാറുന്നത്. അത് തന്നെയാട്ടോ സുധീഷ് ഇങ്ങനെ എടുത്തു പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഹരീഷ് പറയുന്നത്, ഓ ചില സമയത്ത് കൂടപ്പിറപ്പായ സുധീഷേൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് പോലും പറ്റുന്നില്ല, എന്നിട്ടല്ലേ ഏട്ടത്തിക്ക് എന്ന് പറഞ്ഞിട്ട് സുധീഷിനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മളെ സുധീഷിന് ദേഷ്യം വന്നിട്ട് വീണ്ടും മറ്റേ കാര്യം എടുത്തിടും എന്നുള്ള ലെവലിൽ അവൻ സംസാരിക്കുന്നുണ്ട്. എന്നാലും ഈ രാത്രി നികേഷും അതുപോലെ തന്നെ നിധി എന്തിനായിരിക്കും പുറത്ത് പോയിട്ടുണ്ടാവുക, എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും. ബൈ.